ഇത്തവണ വെള്ളം കയറി സാർ ഇതുണ്ട് ഈ ഒപ്പം ഇതുണ്ടോ പാട് കണ്ടോ ഈ ഒപ്പം വെള്ളം കയറി അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടോ ഇത് ഈ കാണുന്ന ഈ സ്ഥലമൊക്കെ മൊത്തം വെള്ളം കയറിയാണ്. അതുപോലെ തന്നെ ആ കാണുന്ന പാട് കണ്ടോ അതല്ല അതൊക്കെ വെള്ളം കയറിയ മൊത്തം ഈ കാണുന്ന ഭാഗങ്ങൾ മൊത്തം വെള്ളം കയറിയതാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു 10-60 ഓലുണ്ടായിരുന്നു, അതും വെള്ളത്തിൽ കൂടെ അങ്ങ് ഒഴുകിപ്പോയി. എത്ര രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്? ഒരു നഷ്ടം കണക്കാക്കാൻ എനിക്ക് പറയാൻ സാധ്യമല്ല, അതുമാത്രം സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. വെള്ളപ്പൊക്കത്തിൽ ഈരാറ്റുപേട്ടയിൽ നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. നമുക്കറിയാം, പല ഭാഗങ്ങൾക്കും പല വ്യാപാര സ്ഥാപനങ്ങൾക്കും എല്ലാം തന്നെ വലിയ കേടുപാടുകൾ സംഭവിച്ചു, വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ എൻ്റെ സൈഡിലേക്ക് കാണുന്നത് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പാണ്. ഇതിപ്പോൾ വെൽഡിംഗ് വർക്ക്ഷോപ്പാണെന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് വെള്ളം കയറി എല്ലാ ഉപകരണങ്ങളും നശിച്ചു പോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. വലിയ തോതിലുള്ള നഷ്ടം, ഒരു 70,000 രൂപയുടെ അടുത്തുള്ള നഷ്ടമാണ് കടയുടമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം, എന്തുമാത്രം നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്? ഏകദേശം ഒരു 10-70,000 രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വെള്ളം ഒരുപാട് കയറി എനിക്ക് വന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിപ്പോയി. എനിക്ക് വളരെയധികം. എവിടം വരെ വെള്ളം കയറിയിട്ടുണ്ടാവും? വെള്ളം കയറിയത് ഇത് ഈ ഭിത്തിയുടെ സ്വിച്ച് ബോർഡിന്റെ മുകളിൽ വരെ, അത് ആ അടയാളമാണ് കാണുന്നത് ഭിത്തികള്. സ്വിച്ച് ബോർഡിന്റെ അത്തരത്തിൽ പല കടകളിലും ഇത്തരത്തിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമാണുള്ളത്. ഇനിയും നമുക്ക് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് മറ്റൊരു കട കൂടെയുണ്ട്, നമുക്ക് അതിലേക്കും കൂടെ ഒന്ന് പോകാമെന്ന് തോന്നുന്നു. ആ ദൃശ്യങ്ങളും കൂടെ ഒന്ന് കാണിക്കാം. ഇത് ഈ വെൽഡിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങിയ അത്തരത്തിൽ ഈ ഇലക്ട്രോണിക് മെക്കാനിക് വർക്ക്ഷോപ്പുകളെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഈ വെള്ളം ഇരച്ചു കയറിയതിൻ്റെതായിട്ടുള്ള പല കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്, വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ സംഭവിച്ച വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഏതായാലും വിവിധ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു മെക്കാനിക് വർക്ക്ഷോപ്പിലേക്ക് കൂടെ നമുക്കൊന്ന് പോവാം. ഈ വർക്ക്ഷോപ്പിലും ഇത്തരത്തിൽ വെള്ളം കയറി. എവിടെ വരെയാണ് ഇവിടെ വെള്ളം കയറിയത്? ഈ ഒപ്പം വെള്ളം കയറി അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടോ ഇത് ഈ കാണുന്ന ഈ സ്ഥലമൊക്കെ മൊത്തം വെള്ളം കയറിയാണ്. അതുപോലെ തന്നെ ആ കാണുന്ന പാട് കണ്ടോ അതല്ല അതൊക്കെ വെള്ളം കയറിയ മൊത്തം ഈ കാണുന്ന ഭാഗങ്ങൾ മൊത്തം വെള്ളം കയറിയതാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു 10-60 ഓലുണ്ടായിരുന്നു, അതും വെള്ളത്തിൽ കൂടെ അങ്ങ് ഒഴുകിപ്പോയി. എത്ര രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്? ഒരു നഷ്ടം കണക്കാക്കാൻ എനിക്ക് പറയാൻ സാധ്യമല്ല, അതുമാത്രം സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. തീർച്ചയായിട്ടും അത് തന്നെ. ഈ മെക്കാനിക് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി. ഒരു 60ഓളം ഓയിൽ എൻ്റെ കയ്യിൽ വെച്ചിരുന്നെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ പോയി. തീർച്ചയായിട്ടും ഒരു ഇത്തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾ ഈ ഈരാറ്റുപേട്ടയിൽ വണ്ടി ഒരുപാട് വാഹനങ്ങൾ വെള്ളം കയറിയൊക്കെ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നതെല്ലാം. ഇതുണ്ടോ അതുപോലെ ഇത് ബൈക്കിൻ്റെ എല്ലാം ശരിയാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുക. അതുപോലെ ഇവിടുന്ന് അവിടം വരാണ്ട് ആ ജനൽ കാണുന്നുണ്ടോ, ആ ജനലൊക്കെ ഒപ്പം വരാൻ ഫുള്ള് വെള്ളം കയറിയതാണ്. അവിടെ എല്ലാം ഫുള്ള് കംപ്ലീറ്റ്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ദുരന്തം തന്നെയാണ് ഈരാറ്റുപേട്ടയിൽ സംഭവിച്ചത്. പല വ്യാപാര സ്ഥാപനങ്ങളും ഇത്തരത്തിൽ വെള്ളത്തിനടിയിൽ പോയി, പല വീടുകളും വെള്ളത്തിനടിയിൽ പോയി. ഈ വ്യാപാര സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പലതിനും ഇത്തരത്തിൽ വെള്ളം കയറി നശിച്ച് പലതും ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ അത്തരത്തിൽ പല ഫർണിച്ചർ കടകളുണ്ട്, ഈ വർക്ക്ഷോപ്പുകളുണ്ട്. ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഈ നഷ്ടങ്ങളുടെയൊക്കെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കും ഉള്ളത്. ഇതെല്ലാം തന്നെ എങ്ങനെ ഈ വ്യാപാരികൾ അതിജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യമായി ബാക്കി നിൽക്കുന്നത്.